നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമാണ് തുടക്കമിട്ടത്. സംഭവം വാർത്തയായതിനു പിന്നാലെ സോഷ്യൽ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരം സബ് കളക്ടർ. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം സന്ദർശിക്കാനെത്തിയ കളക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ സബ് കളക്ടറുടെ പേരും വിവരങ്ങളും തിരക്കി ആരാധകരെത്തിയത്. OV ആൽഫ്രഡ് എന്നാണ് തിരുവനന്തപുരം സബ് കളക്ടറുടെ പേര്. ഗോപൻ സ്വാമിയുടെ വാർത്തകൾക്ക് താഴെ കമന്റുമായി എത്തുന്നവരിൽ ഏറെയും ആൽഫ്രഡിന്റെ ഇൻസ്റ്റഗ്രാം ID തിരഞ്ഞെത്തുന്നവരാണ്. ഇതാദ്യമായല്ല IAS IPS ഉദ്യോഗസ്ഥർ സോഷ്യൽ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. കേരള കേഡറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറായി എത്തിയ മെറിൻ ജോസഫും അക്കാലത്ത് സോഷ്യൽ മീഡിയയുടെ ക്രഷായിരുന്നു. ദിവ്യ S അയ്യർ, യതീഷ് ചന്ദ്ര എന്നിവരും സൈബർ എടുത്ത് തരംഗം തീർത്ത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ്. അതേസമയം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറ വിവാദത്തിൽ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചുവരുന്നുവെങ്കിലും കല്ലറ പൊളിക്കണമെന്ന് കോടതി വിധിയെഴുതി. 41 ദിവസത്തെ പൂജ മുടങ്ങാതെ ചെയ്യാൻ വേണ്ടിയാണ് കുടുംബം കോടതിയെ സമീപിച്ചത്. പൊളിക്കൽ നടപടിയുമായി പോലീസ് മുന്നോട്ടു പോകുന്നത് വിശ്വാസത്തെ വ്രണപ്പെടുത്താനാണെന്ന് മകൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ട്രോളുകളും മീമുകളുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇപ്പോഴിതാ ഈ കേസിനെ മലയാളത്തിലെ ചില ക്രൈം ത്രില്ലർ സിനിമകളുമായി ബന്ധപ്പെടുത്തിയാണ് പുതിയ ട്രോളുകൾ എത്തിയിരിക്കുന്നത്. കൊലയ്ക്ക് പകരം സമാധി ആയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് ട്രോളുകൾ പ്രചരിക്കുന്നത്. ദൃശ്യം സിനിമയുടെ അവസാനം വരുണിനെ കൊന്ന കാര്യം അവന്റെ മാതാപിതാക്കളോട് ജോർജ് കുട്ടി തുറന്നു പറയുന്ന ഒരു രംഗമുണ്ട്. ഈ ഭാഗത്ത് വരുൺ തന്റെ വീട്ടിൽ വെച്ച് സമാധിയായെന്നും സമാധി കുഴിക്കുന്നത് തങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തും എന്നും ജോർജ് കുട്ടി പറയുന്നതായിട്ടാണ് ട്രോളുകൾ. സൂക്ഷ്മദർശിനിയിൽ ഡയാന എന്ന കഥാപാത്രം മരിച്ചതല്ല, സമാധിയായതാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന ക്യാപ്ഷനോടെ സിനിമയിലെ ബേസിലിന്റെയും സിദ്ധാർത്ഥ് ഭരതന്റെയും ചിത്രവുമായി എത്തിയ ട്രോൾ സംവിധായകൻ MC ജിതിൻ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും നെയ്യാറ്റിൻകര ഗോപനാണ് ചർച്ച എന്നറിഞ്ഞ സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ ആറാട്ട് 2ാം ഭാഗം ഇറക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നതും വൈറലാണ്. ട്രോളുകൾക്കും ഹർജികൾക്കും ഇടയിലും നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നു. പോസ്റ്റ്മോർട്ടത്തിൽ 3 തരത്തിലുള്ള പരിശോധനയെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കാനാണ് തീരുമാനം. വിഷാംശം കണ്ടെത്താനായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ശേഖരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പരിക്കേറ്റാണോ സ്വാഭാവിക മരണമാണോ എന്നും കണ്ടെത്താൻ ഇതിലൂടെ ശ്രമിക്കുന്നതെന്ന് ഡോക്ടർ സംഘം വെളിപ്പെടുത്തി. ഈ പരിശോധനയുടെ ഫലം വരാൻ ഒരാഴ്ചയെങ്കിലും എടുക്കും. പരിക്കുകളുണ്ടോ എന്ന് കണ്ടെത്താൻ റേഡിയോളജി, എക്സ്റേ പരിശോധന നടത്തും. ഇതിന്റെ ഫലം ഇന്ന് തന്നെ ലഭിക്കും. 3ാമത്തെ പരിശോധന സ്വാഭാവിക മരണമാണോ എന്നതാണ്. ഇതിനായി രോഗാവസ്ഥ അടക്കം പല സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് ഇതിൽ തീരുമാനം. മരിച്ചത് ഗോപൻ തന്നെ എന്ന് ഉറപ്പ് ശാസ്ത്രീയമായി തെളിയിക്കാൻ DNA ടെസ്റ്റും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തത്. ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കല്ലറയിൽ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കണ്ടെത്തിയിരുന്നു. ആദ്യ മേൽഭാഗം മാത്രമാണ് പൊളിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ശരീരം അഴുകിയ നിലയിലാണ്. കഴുത്ത് വരെ ഭസ്മം ഇട്ടിരുന്നു. ഹൈക്കോടതി നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് കല്ലറ പൊളിക്കാൻ തീരുമാനിച്ചത്. നെയ്യാറ്റിൻകര കേസ് മേൽനോട്ടം റൂറൽ SP KS സുദർശനനാണ്. പ്രദേശത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തുകയായിരുന്നു പോലീസിന്റെ നീക്കം. മൃതദേഹം കാവ്യവസ്ത്രത്തിൽ പൊതിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് മറ്റു പരിക്കുകളില്ലെന്നും പ്രാഥമിക നിഗമനമുണ്ട്. മൃതദേഹത്തിന് കാര്യമായ പഴക്കമില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു.